السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സൂറ അൽ ബഖറയിലെ 249 വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. കഴിഞ്ഞ ഏതാനും വചനങ്ങളിൽ ഇസ്രായേൽ സമൂഹത്തെ സംബന്ധിച്ചാണ് അല്ലാഹു പരാമർശിച്ചത്. ഇസ്രായേലിയർ ശമൂവേൽ പ്രവാചകന്റെ കാലത്ത് അവർ അന്ന് പലസ്തീൻ ഭരിച്ചിരുന്ന അക്രമിയായ ജാലൂത്ത് എന്ന് പറയുന്ന ക്രൂരനായ ആ രാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ ഒരു രാജാവ് തങ്ങൾക്ക് വേണ്ടി നിയമിച്ചു തരണം എന്ന് അവർ തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു രാജാവിനെ നിശ്ചയിച്ചു കൊടുത്തു. താലൂത്ത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവർക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇസ്രായേലിയർ താലൂത്തിൻ്റെ പിന്നിൽ അണിനിരന്നു. അങ്ങനെ ആ ഇസ്രായേലിയരുമായി ഈ സൈന്യവുമായി താലൂത്ത് അന്ന് പലസ്തീൻ ഭരിച്ചിരുന്ന കിരാതനായ അക്രമിയായ ജാലൂത്ത് എന്ന് പറയുന്ന ആ രാജാവിനെ നേരിടുവാൻ വേണ്ടി അവർ പുറപ്പെടുകയാണ്. ആ രംഗമാണ് ഇവിടെ അല്ലാഹു പറയുന്നത്. ഫലമ്മാ ഫസല താലൂത്ത് ബിൽ ജുനൂദ്. താലൂത്ത് തൻ്റെ പിന്നിലുള്ള സൈന്യവുമായി ആ പ്രദേശം വിട്ട സന്ദർഭം, അവരെ പോവുകയാണ് യുദ്ധത്തിന് വേണ്ടി. അങ്ങനെ അവർ പലസ്തീനിലേക്ക് പോകുമ്പോൾ അവർക്കൊരു നദി കടക്കാനുണ്ട്. ആ നദി ജോർദാൻ നദിയുടെ ഒരു കൈവടിയാണ് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. ജോർദാൻ നദിക്ക് ജോർദാൻ നദി എന്ന് പറഞ്ഞാൽ കുറേ കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന വലിയൊരു നദിയാണ്. ആ നദിയുടെ ഒരു കഴിവഴിയിലൂടെയാണ് ഇവർക്ക് അങ്ങോട്ട് പോകാനുള്ളത്, പലസ്തീനിലേക്ക്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം താലൂത്ത് തൻ്റെ സൈന്യത്തെ, തൻ്റെ പിന്നിൽ അണിനിരന്ന ആ സൈന്യത്തെ പരീക്ഷിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ മുബ്തലീക്കും ബിന്നഹർ. അല്ലാഹു ഇതാ നിങ്ങളെ ഒരു പുഴ മുഖേന പരീക്ഷിക്കുകയാണ്. നല്ല കൊടും ചൂടുള്ള ഒരു സമയത്തായിരുന്നു അവർക്ക് ഈ യുദ്ധം നിർബന്ധമാക്കിയത്.
അങ്ങനെ തൻ്റെ പിന്നിലുള്ള ഈ ആളുകൾ അവരെത്രമാത്രം ശത്രുക്കളുമായി നേരിടുവാൻ കരുത്തും ശക്തിയുമുള്ളവരാണ്, വിശ്വാസപരമായ കരുത്തുള്ളവരാണ് എന്ന് അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ്. അതിന് അള്ളാഹു ഒരു ചെറിയ പരീക്ഷണമാണ് നൽകിയിരിക്കുന്നത്. നല്ല കൊടും ചൂടും അതോടൊപ്പം തന്നെ നല്ല ദാഹവുമുള്ള ആ സമയത്ത് അള്ളാഹു ഒരു പുഴയിലൂടെ കടന്നു പോകാൻ അവരോട് പറയാൻ, അള്ളാഹു മുബ്തലീക്കും ബിനഹർ, അള്ളാഹു ഇതാ നിങ്ങളെ ഒരു പുഴ മുഖേന നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി, നല്ല ശുദ്ധമായ വെള്ളമുള്ള ഒരു പുഴയാണ്. ആ പുഴ കടന്നു പോകുമ്പോൾ ആരെങ്കിലും ഫമൻ ശരിബ മിൻഹു, അതിൽ നിന്ന് ആരെങ്കിലും കുടിച്ചാൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. നല്ല ദാഹമുണ്ട്, നല്ല ചൂടുണ്ട്, വെള്ളം എല്ലാവർക്കും ആവശ്യമുണ്ട്, പക്ഷെ അതിൽ നിന്ന് കുടിക്കാൻ പാടില്ല. അതവർക്ക് വലിയൊരു പരീക്ഷണമാണ് പഠിച്ചവൻ നൽകിയത്. എന്നാൽ ഇനി ഈ ശത്രുവിനെ നേരിടാൻ പോകുന്ന ആളുകൾക്ക് വിശ്വാസപരമായ കരുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ശത്രുവിനെ നേരിടാൻ ഒരിക്കലും കഴിയുകയില്ലല്ലോ. ഒന്നാമതൊരു സൈന്യത്തിന് വേണ്ടത് നല്ല ക്ഷമ വേണം, ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള കരുത്ത് വേണം, സ്ഥൈര്യവും ധൈര്യവും വേണം. അത് പരീക്ഷിക്കുകയാണ്. അപ്പം ഈ പുഴയിൽ നിന്ന് ആരും വെള്ളം കുടിക്കാൻ പാടില്ല. വമല്ലം യത്അംഹു ഫഇന്നഹു മിന്നി, അതിൽ നിന്ന് ആര് വെള്ളം അനുഭവിക്കാതിരുന്നുവോ ഫഇന്നഹു മിന്നി, അവൻ എന്നിൽപ്പെട്ടവനാണ്. അപ്പം അതിൽ നിന്ന് ആരെങ്കിലും വെള്ളം കുടിച്ചിട്ടില്ല എങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനാണ് എന്ന് താലൂത്ത് അവരോട് പറയുകയാണ്. ഇല്ല മനിഉത്തറഫ ഉർഫത്തും ബിയദി, എന്നാൽ വല്ലാതെ ദാഹമുണ്ടെങ്കിൽ ഒരു ഒറ്റ മുറുക്ക് മാത്രം വെള്ളം കുടിക്കാം, അതിൽ കൂടുതൽ കുടിക്കാൻ പാടില്ല. ഇല്ല മനിഉത്തറഫ ഉർഫത്തും ബിയദി, ഈ കയ്യിൽ ഈ ഒരു കൈകൊണ്ട് ഇങ്ങനെ കോരിയാൽ കിട്ടുന്ന വെള്ളം ഉണ്ടല്ലോ, അത് മാത്രം. ഫശ്ശരിബു മിൻഹു ഇല്ല ഖലീലം മിൻഹു, പക്ഷേ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അതിൽ നിന്ന് വെള്ളം കുടിക്കാതിരുന്നുള്ളൂ. അപ്പം വലിയൊരു ശതമാനം ഇതിൽ നിന്ന് വെള്ളം കുടിച്ച ആൾക്കാരൊക്കെ ആ സൈന്യത്തിൽ നിന്ന് പുറത്താക്കാണ് താലൂത്ത്. ഫശ്ശരിബു മിൻഹു ഇല്ല ഖലീലം മിൻഹു, അതിൽ നിന്ന് കുറച്ച് ആളുകളല്ലാതെ എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. ഫലമ്മാ ജാവസഹു ഹുവ വല്ലദീന ആമനൂ മഅഹു, അങ്ങനെ താലൂത്തും അദ്ദേഹത്തിൻ്റെ കൂടെ അടിയുറച്ചു നിന്ന ആ പരീക്ഷണത്തിൽ 100% വിജയിച്ച സത്യവിശ്വാസികളായ ആളുകളും അവർ ഫലസ്തീനിലേക്ക് ഈ പുഴ കടന്ന് അവർ പുറപ്പെടുകയാണ്. ജാലൂത്ത് എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയായ രാജാവിനെയും അവൻ്റെ ശക്തരായ പട്ടാളത്തെയും നേരിടുവാനുള്ള തയ്യാറെടുപ്പോടുകൂടി അവർ പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെടുന്ന ഇതൊക്കെ കഴിഞ്ഞ് ഇത് പ്യുവറായിട്ടുള്ള വിശ്വാസികൾ തന്നെയാണല്ലോ, കാരണം ആ പരീക്ഷണത്തിൽ വിജയിച്ച ആളുകളാണ്. പക്ഷെ അവർക്കിടയിൽ തന്നെ ഒരു സംശയം, അവരിൽ നിന്ന് ഒരു ഭാഗം പറഞ്ഞില്ല, താക്കത്തലനൽ യൗം, ഇന്ന് നമുക്ക് ശക്തിയില്ല, താക്കത്തില്ല, ബി ജാലൂത്ത വജുനൂദിഹി, ഈ കിരാതനായ അക്രമിയായ ജാലൂത്തും അവൻ്റെ സൈന്യത്തെ നേരിടുവാൻ. അവനും എൻ്റെ സൈന്യവും എന്ന് പറഞ്ഞാൽ വളരെ ശക്തന്മാരാണ്, എത്രയോ നാടുകൾ അവർ വെട്ടിപ്പിടിച്ചെടുത്ത അത്രയും കരുത്തുള്ളവരാണ്. അവനെയും അവൻ്റെ സൈന്യത്തെയും നേരിടുവാനുള്ള താക്കത്ത്, ശക്തി ഞങ്ങൾക്കില്ല. അപ്പം അവരിൽ തന്നെയുള്ള കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഖാലല്ലദീന യظുന്നൂന അന്നഹും മുലാഖുല്ലാഹ്, നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്ന അടിയുറച്ച വിശ്വാസികളായ ആളുകൾ അവരെ സമാധാനിപ്പിച്ചു. കം മിൻ ഫിയത്തിൻ ഖലീല, കം മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയതൻ കസീറ, എത്രയെത്ര കം മിൻ ഫിയത്തിൻ ഖലീല, എത്രയെത്ര കൊച്ചു സംഘങ്ങളാണ്, ഗലബത് ഫിയതൻ കസീറ, വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അതിനെമ്പാട് തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസികളായ, വിശ്വാസത്തിൻ്റെ കരുത്തുള്ള ഒരു സമൂഹത്തെ ഏത് വലിയ സൈന്യത്തിനും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നതിന് എത്രയോ ചരിത്ര സംഭവങ്ങൾ സാക്ഷിയാണ്. അതാണ് അവിടെ ഉള്ള വിശ്വാസികളായ ആളുകൾ പറയുന്നത്, കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഒലബത്ത് ഫിയത്തൻ കസീറ. ബദരിലൊക്കെ അത് നമ്മൾ കണ്ടതാണല്ലോ.
എല്ലാവിധത്തിലുള്ള ആളും അർത്ഥവും ശക്തിയും ഒക്കെ ഉണ്ടായിരുന്ന ആ അബൂജഹലിൻ്റെ അവരെ സൈന്യത്തെ അള്ളാഹു പരാജയപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണല്ലോ. അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം വലിയ വലിയ ശക്തികളെ ചെറിയ ചെറിയ വിശ്വാസികളായ കൊച്ചു സംഘങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഈമാനുണ്ടെങ്കിൽ, ഈമാനിൻ്റെ കരുത്തുണ്ടെങ്കിൽ ഏത് ശക്തികളെയും പരാജയപ്പെടുത്താൻ കഴിയും എന്ന ഒരു കോൺഫിഡൻസ് തങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക്, അവിശ്വാസികളായ ആളുകൾ നൽകുകയാണ്. വല്ലാഹു മഅസ് സ്വാബിരീൻ. അള്ളാഹു തീർച്ചയായും ക്ഷമ അവലംബിക്കുന്ന ആളുകളുടെ കൂടെയാണ്. സബർ, ക്ഷമ എന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശ്വാസികൾ കാത്തു സൂക്ഷിക്കേണ്ട മഹത്തായ ഒരു സ്വഭാവമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ സംഗതിയാണ്. പ്രത്യേകിച്ചും ഒരു ശത്രു സൈന്യത്തെ നേരിടുന്ന ഘട്ടത്തിൽ, ഒരു സൈന്യത്തിൽ അണിനിരന്ന് പ്രത്യേകമായൊരു ലക്ഷ്യത്തിന് വേണ്ടി പുറപ്പെടുന്ന ഘട്ടത്തിൽ ക്ഷമ എന്നത് വളരെ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിവിടെ എടുത്തു പറയുന്നത് വല്ലാഹു മഅസ് സ്വാബിരീൻ. അള്ളാഹു തീർച്ചയായും ക്ഷമാലുക്കളുടെ കൂടെയാണ്. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഏത് പ്രതിസന്ധികളെയും നേരിടുവാനും ക്ഷമയോടുകൂടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അടിച്ചുറച്ച് നിന്ന് ഈമാനോടുകൂടി മുന്നോട്ട് പോകുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.